بسم الله الرحمن الرحيم. ولقد جاءكم يوسف من قبل بالبينات فما زلتم في شك مما جاءكم به حتى إذا هلك قلتم لن يبعث الله من بعده رسولا كذلك يضل الله من هو مسرف مرتاب الذين يجادلون في آيات الله بغير سلطان أتاهم كبر مقتا عند الله وعند الذين آمنوا كذلك يطبع الله على كل قلب متكبر جبار. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1633 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 34-35 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جاءكم يوسف من قبل بالبينات فما زلتم في شك مما جاءكم به حتى إذا هلك قلتم لن يبعث الله من بعده رسولا كذلك يضل الله من هو مسرف مرتاب الذين يجادلون في آيات الله بغير سلطان أتاهم كبر مقتا عند الله وعند الذين آمنوا كذلك يطبع الله على كل قلب متكبر جبار. صدق الله العلي العظيم. സൂറത്തു ഗാഫിറിലെ 34-35 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ബനൂ ഇസ്രായേൽ സമൂഹത്തെ വിമോചിതരാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനെ ഈജിപ്തിലേക്ക് ദൈവിക ദൗത്യം നിർവഹണം ഉദ്ദേശിച്ചുകൊണ്ട് നിയോഗിച്ചയച്ച സംഭവമാണ് സൂറത്തു ഗാഫിറിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അല്ലാഹു വിവരിക്കുന്നത്. ഫിറഔന്റെ അടുക്കലേക്ക്, അതുപോലെ ഹാമാന്റെയും ഖാറൂന്റെയും അടുക്കലേക്ക് അല്ലാഹു മൂസ അലൈഹിസ്സലാമിനെ നിയോഗിച്ച സന്ദർഭം, ആ ചരിത്ര സംഭവങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഈ വിവരണം അല്ലാഹു തുടങ്ങുന്നത്. സൂറത്തു ഗാഫിറിന്റെ തുടക്കം മുതൽ പരാമർശിക്കപ്പെടുന്ന വിഷയം മക്കയിലെ ആളുകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടിനോടുള്ള പ്രതികരണം എന്നുള്ള നിലക്കുള്ള കാര്യങ്ങളാണ്. മക്കയിലെ ആളുകൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുന്നുവെങ്കിൽ, അവരുടേതുപോലെയുള്ള നിലപാടുകൾ കൊണ്ട് നടന്ന സമൂഹങ്ങൾ അവർക്ക് മുമ്പ് എന്ത് വിധത്തിലുള്ള പര്യവസാനമാണ് ഏറ്റുവാങ്ങുകയുണ്ടായത് എന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അടുത്ത ദൈവിക നടപടി ഏറ്റുവാങ്ങേണ്ടി വന്ന സമൂഹങ്ങളുടെ കൂട്ടത്തിലൊരു ചരിത്രഭാഗം അല്ലാഹു ഇവിടെ വിവരിച്ചു തുടങ്ങുന്നത്. ബനൂ ഇസ്രായേൽ സമൂഹം, അതുപോലെ
മൂസ അലൈഹി ഇസ്ലാം തുടക്കത്തിൽ അഭിസംബോധന ചെയ്ത് ദൈവിക സന്ദേശം വ്യക്തതയോടുകൂടി എത്തിച്ചു കൊടുത്ത ഈജിപ്തിന്റെ ഭരണം കൈയാളിയിരുന്ന ആളുകൾ, ഖിബ്തി വിഭാഗത്തിൽപ്പെട്ടിരുന്ന ആളുകൾ, ഫിറൗനും ഫിറൗനെ സഹായിച്ചുകൊണ്ട് നിലകൊണ്ടിരുന്ന ഹാമാനും, ബനു ഇസ്രായേൽ സമൂഹത്തിൽ തന്നെ പെട്ടിരുന്ന അതീവ സമ്പന്നനായ ഫിറൗനെ രാഷ്ട്രീയമായി പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ടിരുന്ന ഹാറൂനും, ഇങ്ങനെയുള്ള ആളുകൾ എന്ത് നിലപാടാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് സ്വീകരിക്കുകയുണ്ടായത് എന്ന കാര്യമാണ് വിവരിക്കപ്പെടുകയുണ്ടായത്. അതിനിടക്ക് മൂസ അലൈഹി ഇസ്ലാമിനെ വകവരുത്താനുള്ള, നാട്ടിലെ പ്രശ്നം ഇല്ലാതാക്കുന്നതിന് വേണ്ടി മൂസ അലൈഹി ഇസ്ലാം ഉയർത്തിയ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കൊന്നുകളയുക എന്ന ഫിറൗന്റെ ആലോചന, അത് ഗൗരവത്തില് വളരെ ഉദ്ദേശപൂർവം തന്നെ അങ്ങനെ ഒരു ആലോചന ഫിറൗൻ തന്റെ സദസ്സുമായി പങ്കുവെച്ച ആ സന്ദർഭത്തിൽ അയാൾ അത് നടപ്പിലാക്കാൻ ഗൗരവത്തിൽ തന്നെ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിലാണ് അയാള് ആല് ഫിറൗനിൽ പെട്ട ഒരാള് തന്നെയായിരുന്നു. മൂസ അലൈഹി ഇസ്ലാമിന്റെ അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന ആ സന്ദേശം അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് അതിൽ വിശ്വാസം ഉൾക്കൊണ്ട ഒരാളാണ്. അയാൾ ഒരു ന്യായവാദം നടത്തുന്നുണ്ട് ഫിറൗനുമായിട്ട്. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അതും ന്യായമായ തെളിവുകളുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ഒക്കെയായിട്ട് വന്നിരിക്കുന്ന ആ മനുഷ്യനെ എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സംസാരത്തിലും ചർച്ചയിലും ഇടപെടുന്നത്. ഇതിനെ തുടർന്നാണ് ബനു ഇസ്രായേൽ സമൂഹം, അതുപോലെ ഈജിപ്തില് ബനു ഇസ്രായേൽ സമൂഹത്തെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്ന, അവരെ എല്ലാവിധത്തിലും ചവിട്ടി മെതിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ഭരണവർഗം, ഖിബ്തി വംശജരുടെ, അതുപോലെ ഫിറൗന്മാരുടെ ആ സമൂഹം, അവരെ അള്ളാഹു ചില കാര്യങ്ങൾ, ചരിത്ര സംഭവങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവരെ കാത്തിരിക്കുന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം, ആദ് സമൂഹം, സമൂദ് സമൂഹം പോലെയുള്ളവര് നേരിടേണ്ടി വന്ന പോലെയുള്ള വിപത്ത് തന്നെയാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിശ്വാസിയായ ആളുടെ വാക്കുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠനവിധേയമാക്കി പിന്നിട്ട ആയത്തുകളിലായിട്ട്. അതിനെ തുടർന്ന് ആ സംഭാഷണം അല്ലെങ്കിൽ ആ ആശയ സംവാദം തുടരുകയാണ്. ഇവിടെ അതിന്റെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള ഭാഗം അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. വലഖദ് ജാഅകും യൂസുഫു മിൻ ഖബ്ലു, ഇവിടെ പറയുന്ന ഈ വിശ്വാസിയായ മനുഷ്യൻ പറയുന്ന വിധത്തിലാണ് ഈ വിവരണം തുടരുന്നതെങ്കിലും അത് അള്ളാഹു അവരെ കേൾപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആശയം മാത്രമല്ല, അതിന്റെ വാചക ഘടനയും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് അതിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ആ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വലഖദ് ജാഅകും യൂസുഫു മിൻ ഖബ്ലു, നേരത്തെ യൂസുഫ് നിങ്ങളുടെ അടുക്കലേക്ക് വരികയുണ്ടായതാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെയാണ്, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ
പുത്രൻ യൂസുഫ് അലൈഹിസ്സലാമിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ബനു ഇസ്രായേൽ സമൂഹം ഈജിപ്തിൽ അധിവസിച്ചു തുടങ്ങുന്നത് യൂസുഫ് അലൈഹിസ്സലാം അവിടെ ഭരണനിർവഹണം നടത്തിയ ഒരു കാലത്താണ് എന്നത് നമ്മൾ പിന്നിട്ട് പല സൂറത്തുകളിലുമായിട്ട് പല വിശദാംശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ്. യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിൽ അവിടെയുള്ള മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിക്കുകയുണ്ടായത്. വളരെ വിചിത്രമായ രീതിയിലാണ് അദ്ദേഹം ഈജിപ്തിൽ എത്തുന്നതും ഈജിപ്തില് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമുള്ള ഒരു സന്ദർഭത്തില് വളരെ അവിശ്വസനീയമായ ഒരു രീതിയിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട വിധത്തില് അവരുടെ വളരെ ആദരണീയനായ ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ആള് ഒക്കെ ആയിട്ട് അവിടെ അവർക്കിടയിൽ രംഗത്ത് വരാൻ അവസരം ഉണ്ടാവുന്നത്. സാധാരണ പ്രതീക്ഷിക്കാവുന്ന വിധത്തിലുള്ള ഒരു രീതിയിലൊന്നുമല്ല, വളരെ അപ്രതീക്ഷിതമായ വളരെ അസാധാരണമായ വിധത്തിൽ കാര്യങ്ങളുടെ ചുമതല ഏൽക്കാൻ അവസരം ഉണ്ടായി വന്ന യൂസുഫ് അലൈഹി സ്വലാമിനെ അള്ളാഹു ഇവിടെ പരാമർശിക്കുകയാണ്. വലഖദ് ജാഅക്കും യൂസുഫു മിൻ ഖബ്ലു ബിൽ ബയ്യിനാത്ത്. യൂസുഫും നിങ്ങളുടെ അടുക്കൽ നേരത്തെ വരികയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം വന്നത് ദൈവികമായ വ്യക്തതയുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ട് തന്നെയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാം രംഗത്ത് വരുന്നത് ഒരു ഭരണകർത്താവായിട്ടാണ്. അതേ സമയം തന്നെ അദ്ദേഹം ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ദൗത്യം നിർവഹിക്കുന്ന ആളായിട്ടാണ്. അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം മറ്റേതെങ്കിലും ഒരു സംവിധാനത്തിന് കീഴിൽ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ടൊന്നുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന നിലക്ക് ദൗത്യം നിർവഹിക്കുന്ന ഒരു ഭാഗമായിട്ട് ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങളുടെ കൈകാര്യകർത്താവായിട്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തെ ഈജിപ്തില് ഭരണം നിർവഹിച്ചിരുന്ന ആ ചുമതലയിലുണ്ടായിരുന്ന ആളുകൾ അത് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അവര് നേരിട്ടുകൊണ്ടിരുന്ന വലിയൊരു പ്രതിസന്ധി പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയും, അതിനുള്ള പ്രാപ്തി, അതിനുള്ള കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കുകയുണ്ടായത്. അപ്പൊ ഇവിടെ ഈ സമൂഹത്തെ, ബനു ഇസ്രായേൽ സമൂഹം മാത്രമല്ല, ഈജിപ്തിലെ ഖിബ്തി വംശത്തെയും അതുപോലെ ഫിറഔൻ, ഹാമാൻ, ഖാറൂൻ പോലെയുള്ളവരെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ അള്ളാഹു ഈ കാര്യം ഉണർത്തുന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഭരണനിർവഹണ കാലം കഴിഞ്ഞ് ഒരുപാട് നൂറ്റാണ്ടുകൾ തന്നെ പിന്നിട്ട ശേഷമാണ് ഈ രംഗത്തേക്ക് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചയക്കുന്നത്. അതിനിടയ്ക്ക് ഈജിപ്തില് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതാപത്തിലും ആദരണീയതയിലും ഒക്കെയായി നിലക്കൊണ്ടിരുന്ന ബനു ഇസ്രായേൽ സമൂഹം അവര് ഈജിപ്തിൽ എത്തുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാം ഭരണനിർവഹണം ഏറ്റെടുത്ത ആ ഘട്ടത്തിലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തും ഒരുപക്ഷെ തുടർന്ന് കുറച്ചു കാലം കൂടിയൊക്കെ അവർക്ക് ആ ആദരണീയതയും ബഹുമാനവും ഒക്കെ ലഭിച്ചിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ചരിത്രത്തിന്റെ മറ്റൊരു ഘട്ടത്തില് അവിടെ വംശീയത ഉടലെടുക്കുകയും ഖിബ്തി വംശം ബനു ഇസ്രായേൽ വംശത്തിന് എതിരിൽ തിരിയുകയും അവരെ അടിമകളാക്കി വെച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് അതിനെ തുടർന്ന് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അടിമതുല്യമായ ജീവിതം നയിക്കുന്ന ഒരവസ്ഥ ബനു ഇസ്രായേലിന് ദീർഘകാലം അനുഭവിക്കേണ്ടി വന്ന ഒരു സന്ദർഭത്തിലാണ്, ഒരു ഘട്ടത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം അവരുടെ വിമോചകനായിട്ട് രംഗത്ത് വരുന്നത്. ആ ഒരു സന്ദർഭത്തിലാണല്ലോ ഈ സംവാദവും ഈ ആശയവിനിമയവും ഒക്കെ നടക്കുന്നത്. ഈ വിശ്വാസിയായി എന്നാൽ വിശ്വാസം വെളിപ്പെടുത്താതെ നിലകൊണ്ട ഫിറോവിന്റെ വംശത്തിൽപ്പെട്ട ഒരാള് ഇടപെട്ട് സംസാരിക്കുന്ന കാര്യമൊക്കെ ഉണ്ടാവുന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ദൗത്യ നിർവഹണ
ഘട്ടത്തിലാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാലം പിന്നിട്ട് നൂറ്റാണ്ടുകൾ തന്നെ കഴിഞ്ഞ ശേഷമുള്ള ഒരു സന്ദർഭമാണിത്. അപ്പൊ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, നിങ്ങളില് ഇപ്പോ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഈ നിഷേധ മനസ്ഥിതി, സത്യത്തെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അതിനെ വക്രീകരിച്ചുകൊണ്ട് പ്രവാചകന്മാരെ തള്ളിക്കളയുന്ന, ദൈവധിക്കാരം കാണിക്കുന്ന വിധത്തിലുള്ള നിങ്ങളുടെ ഈ നിലപാടും പെരുമാറ്റവും ഒക്കെ അത് തീർത്തും പുതിയതൊന്നുമല്ല. പിന്നിട്ട കാലത്ത് യൂസുഫ് അലൈഹി ഇസ്ലാം നിങ്ങളുടെ അടുക്കലേക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങളുമായിട്ട് തെളിമയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. ഫമാസിൽത്തും ഫീ ശക്കിൻ മിമ്മാ ജാഅക്കും ബിഹി. ആ സന്ദർഭത്തില് അദ്ദേഹം കൊണ്ടുവന്ന സംഗതികളുടെ ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സംശയാലുക്കളായി തന്നെ തുടരുകയായിരുന്നു. നിങ്ങൾ ദൃഢബോധ്യത്തോടുകൂടി യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുകയും അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങൾ, ബയ്യിനാത്തുകളെ സ്വീകരിക്കുകയും ചെയ്യല്ല ഉണ്ടായിട്ടുള്ളത്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ നിങ്ങളുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ച ബയ്യിനാത്തുകളായ ദൈവിക ദൃഷ്ടാന്തങ്ങളെയും നിങ്ങൾ സന്ദേഹത്തോടുകൂടി, സംശയത്തോടുകൂടി, പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത വിധത്തിലാണ് നിങ്ങൾ കണ്ടിരുന്നത്. ആ സന്ദേഹത്തിൽ നിങ്ങൾ അങ്ങനെ തുടരുകയും ചെയ്തു. ഫമാസിൽത്തും ഫീ ശക്കിൻ, നിങ്ങൾ ശക്കിൽ തന്നെ തുടരുകയായിരുന്നു. മിമ്മാ ജാഅക്കും ബിഹി, അദ്ദേഹം കൊണ്ടുവന്ന ആ ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ. എത്രത്തോളം? ഹത്താ ഇദാ ഹലക്, അദ്ദേഹം മൃതി അടയുന്നത് വരെ, അദ്ദേഹം കാലഗതി അടയുന്നത് വരെ, അദ്ദേഹം വഫാത്താകുന്നത് വരെ നിങ്ങൾ ആ സന്ദേഹവും അവിശ്വാസവും ഒക്കെ നിലനിർത്തി പോരുകയായിരുന്നു. നിങ്ങളിൽ പലരും അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് നിങ്ങൾ ഈ ശക്കിൽ തന്നെ തുടരുകയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ദൃഷ്ടാന്തങ്ങളെയും പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊണ്ട് അംഗീകരിക്കുക എന്നതിന് പകരം നിങ്ങൾ ആ സന്ദേഹത്തിന്റെ ആളുകളായി, സംശയാലുക്കളായിക്കൊണ്ട് ആ നിലപാടിൽ തുടരുകയായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ മരണം വരെ നിങ്ങളിൽ പലരും ആ ഒരു നിലപാടിൽ തന്നെയാണ് തുടരുകയുണ്ടായത്. അങ്ങനെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ, അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞപ്പോ, ഖുൽതും, നിങ്ങൾ സംസാരിച്ചത്, നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ലൻ യബ്അസല്ലാഹു മിൻ ബഅദിഹി റസൂല, അദ്ദേഹത്തിന് ശേഷം ഒരു ദൂതനെയും അള്ളാഹു അയക്കുകയേ ഇല്ല എന്നാണ് നിങ്ങൾ പറയുകയുണ്ടായത്. ആ സംസാരം കേട്ടാൽ തോന്നുന്ന, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ നിങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച് അള്ളാന്റെ റസൂലായിട്ട് അംഗീകരിച്ച് അദ്ദേഹത്തെ വിശ്വസിക്കാനും അദ്ദേഹത്തെ പിന്തുണക്കാനും അദ്ദേഹത്തെ ഇത്തിബാഅ് ചെയ്യാനും ഒക്കെ സന്നദ്ധരായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോ, യഥാർത്ഥത്തിൽ നിങ്ങൾ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ വഫാത്ത് ആവുന്നത് വരെ, അദ്ദേഹം മൃതി അടയുന്നത് വരെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ബയ്യിനാത്തുകളിൽ അവിശ്വാസമുള്ളവരും സംശയമുള്ളവരും ഒക്കെ ആയിട്ട് തുടരുകയായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് ശേഷം ഒരാളെയും അള്ളാഹു ദൂതനായിട്ട് ഇനി അയക്കുകയേ ഇല്ല, ഒരിക്കലും അയക്കുകയില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറയുന്നത് അതിന്റെ ബൈബിൾ അനുബന്ധ സ്രോതസ്സുകളിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിച്ചാൽ അവര് പറഞ്ഞ കാര്യം, യൂസുഫ് അലൈഹി ഇസ്ലാം അത്യസാധാരണത്വമുള്ള നന്മകളുടെ നിറകുടമായിരുന്ന ഒരാളായിരുന്നു. അയാളെ പോലത്തെ ഒരാളിനി എവിടെ ജനിക്കാനാണ് എന്നൊക്കെയാണ് അവർ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പ്രശംസിച്ചുകൊണ്ടും വാഴ്ത്തിക്കൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അത് അവരൊരു മറ സൃഷ്ടിക്കുകയായിരുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിന് ശേഷം ബനു ഇസ്രായേൽ സമൂഹത്തിലേക്കും അതുപോലെ ഖിബ്തികൾ അടങ്ങുന്ന ഈജിപ്തിലെ സമൂഹത്തിലേക്കുമായിട്ട് നിയോഗിക്കപ്പെടുന്ന ദൂതന്മാരെ, അങ്ങനെ ഒരു ദൂതൻ ഇനി ഉണ്ടാവുകയില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് അവർ തള്ളിക്കളയുകയായിരുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ മറ പിടിച്ചുകൊണ്ട് അവര് പിന്നീട് വന്ന പ്രവാചകന്മാരെ അംഗീകരിക്കാതിരിക്കാൻ അത് നല്ലൊരു ന്യായമായിട്ട് ഉന്നയിക്കുകയായിരുന്നു.
യൂസഫിന് എന്ത് പളുങ്ക് പോലത്തെ ആളായിരുന്നു യൂസഫ്. അദ്ദേഹത്തെ പോലെ ഒരാള് ലോകത്തിന് എവിടെ ജനിക്കാനാണ്? അദ്ദേഹത്തിന് ശേഷം ഇനിയൊരു പ്രവാചകനും അവർക്കിടയിലേക്ക് വരികയില്ല, അത് സാധ്യമല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. യൂസഫ് അലൈഹി ഇസ്ലാം ഏറ്റവും അത്യുന്നതനായ സ്വഭാവ ഗുണങ്ങളുടെ പേരിലൊക്കെ പ്രത്യേകം ശ്രദ്ധ അർഹിച്ച, അതുപോലെ ദൈവികമായ പല മുഅ്ജിസാത്തുകളും കാണിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തെ പ്രശംസിക്കുകയും വാഴ്ത്തുകയും ചെയ്തത് പിന്നീട് അവർക്കിടയിൽ ദൗത്യ നിർവഹണത്തിന് വന്ന പ്രവാചകന്മാരെ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും തന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ആ ക്വാളിറ്റിയുള്ള ആ അത്രയും കഴിവുകളുള്ള അത്രയും പ്രാഗൽഭ്യമുള്ള ഒരാള് ഇനി ദൂതനായിട്ട് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൂതൻ തന്നെ ദൈവിക ദൂതനായിട്ട് ഇനി പുതിയൊരാള് തങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുകയില്ല എന്ന നിലക്ക് പറഞ്ഞുകൊണ്ട് ദൂതന്മാരെ തള്ളിക്കളയുകയായിരുന്നു അവര് ചെയ്തുകൊണ്ടിരുന്നത്. അള്ളാഹു ഈ കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. നിങ്ങളുടെ അടുക്കലേക്ക് മുമ്പ് യൂസുഫ് അലൈഹി ഇസ്ലാം ദൈവിക ദൃഷ്ടാന്തങ്ങളുമായി വ്യക്തമായ തെളിവുകളുമായിട്ടൊക്കെ വന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണം വരെ നിങ്ങൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ബയ്യിനാത്തുകളായ ആയാത്തുകളിലും സംശയമുള്ളവരായിട്ട് സന്ദേഹികളായിട്ട് തുടരുകയാണ് ചെയ്തത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ഖുൽതും, നിങ്ങൾ പറഞ്ഞത് ലൻ യബ്അസല്ലാഹു മിൻ ബഅദിഹി റസൂല, അദ്ദേഹത്തിന് ശേഷം ഇനി അള്ളാഹു ഒരിക്കലും തന്നെ ഒരു ദൂതനെ അയക്കുകയില്ല. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പോലെ ഒരാളിനി എവിടെയും ജനിക്കാനിടയില്ല, അതുകൊണ്ട് തന്നെ ഇനി ഒരു ദൂതൻ ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നിങ്ങൾ വ്യക്തമായും ഒരു പിഴച്ച മാർഗത്തിലേക്ക് നീങ്ങുന്ന, നിങ്ങളുടെ വഴി പിഴച്ചു പോകുന്നതിന്റെ വളരെ പ്രകടമായ ഒരു ലക്ഷണമായിരുന്നു. ഈ കാര്യം അള്ളാഹു പരോക്ഷമായിട്ട് സൂചിപ്പിക്കുകയാണ്. കദാലിക യുളില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫും മുർതാബ്. ഈ വിധത്തിലാണ് മുസ്രിഫും മുർതാബുമായ ആളുകളെ അള്ളാഹു പിഴച്ച മാർഗത്തിലേക്ക് തള്ളിവിടുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. കദാലിക യുളില്ലുല്ലാഹു, അള്ളാഹു ലലാലത്തിലേക്ക് വിടുന്നു. മൻ ഹുവ മുസ്രിഫുൻ മുർതാബ്, മുസ്രിഫും മുർതാബുമായ ഒരുവന്. മുസ്രിഫ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ അതിര് പരിധികൾ പാലിക്കാത്ത, എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ജീവിക്കുന്ന ഒരാൾ, അതാണ് മുസ്രിഫ്. ഇസ്രാഫ് ചെയ്യുന്നവൻ, കാര്യങ്ങളിൽ പരിധി വിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന, അതിർവരമ്പുകളെ മാനിക്കാത്ത, ധിക്കാരത്തില് ഏതറ്റം വരെയും പോകാനൊക്കെ മുതിർന്ന ഒരാളാണ് മുസ്രിഫ്. മുർത്താബ് എന്ന് പറഞ്ഞാല് നേരത്തെ സൂചിപ്പിച്ച ഷെക്ക് അല്ലെങ്കിൽ റൈബ് കൊണ്ട് നടക്കുന്ന ആള്, സംശയാലു, അതാണ് മുർത്താബ്. അപ്പൊ അള്ളാഹുവിന്റെ ദൂതന്മാര് വരുന്നത് വ്യക്തമായ തെളിവുകളുമായിട്ടാണ്. അങ്ങനെയുള്ള വ്യക്തമായ തെളിവുകളുമായിട്ട് വരുമ്പോ അത് ആ തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് അവരെ നിറഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ചെയ്യാതെ സന്ദേഹത്തോടു കൂടി അവരുടെ പകുതി അവരോടൊപ്പം നിൽക്കുക, പകുതി അവർക്ക് എതിരിലായി നിൽക്കുക എന്നൊക്കെയുള്ള വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കുന്നത് അതൊരിക്കലും തന്നെ ഒരു വിശ്വാസിയുടെ സത്യമാർഗം തിരഞ്ഞെടുക്കുന്ന ഒരാളുടെ ലക്ഷണമല്ല. അപ്പൊ അള്ളാഹുവിടെ ആ ഘട്ടത്തിലെ ഈജിപ്തിലെ സമൂഹത്തിന്റെ നിലപാട് ഏതു വിധത്തിലുള്ളതായിരുന്നു എന്നത് വളരെ സൂക്ഷ്മമായിട്ട് വ്യക്തമാക്കുകയാണ് ഇവിടെ. അവരൊന്ന് ദൈവിക നിയമങ്ങളുടെ അതിർവരമ്പുകളെയും പരിധികളെയും ഒന്നും ഉൾക്കൊള്ളാൻ സന്നദ്ധത കാണിക്കാതെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ മാനിക്കാതെ ജീവിക്കുന്ന, ധിക്കാരത്തിന്റെയും അക്രമത്തിന്റെയും ഒക്കെ വഴിയിലേക്ക് നീങ്ങുന്ന ആളുകളായിരുന്നു അവര് എന്നതാണ് മുസ്രിഫ് എന്ന പ്രയോഗം ഇവിടെ നൽകുന്ന സൂചന. അതുപോലെ വിശ്വാസം ഒരിക്കലും അവരുടെ കാര്യത്തിൽ ദൃഢമായിരുന്നില്ല. അവര് മുർത്താബുകളായിട്ടാണ് നിലകൊള്ളുകയുണ്ടായത്. റൈബ് കൊണ്ട് നടക്കുന്ന, നിരന്തരമായിട്ട് സന്ദേഹം കയറി നടക്കുന്ന ആളുകളായിട്ടാണ് അവര് നിലകൊള്ളുകയുണ്ടായത്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സന്മാർഗം കാണിക്കുകയില്ല,
അവര് തെരഞ്ഞെടുക്കുന്ന ലലാലത്തിന്റെ വഴിയിലേക്ക് അവരെ അങ്ങ് വിടുകയാണ് ചെയ്യുക. അപ്പൊ അള്ളാഹു ഒരാൾക്ക് ലലാലത്താണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ വിധിക്കുന്നതിന് കാരണമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഈ രണ്ട് ന്യായങ്ങൾ അതിന് അനുകൂലമായി അള്ളാഹുവിന്റെ അങ്ങനെ നടപടി ഉണ്ടാവുന്നതിന് കാരണമാകുന്ന വിധത്തിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് സംഗതികളാണ്. ഒന്ന്, അവര് ദൈവിക നിയമങ്ങളുടെ അതിർവരമ്പുകൾ അതിന്റെ പരിധികൾ പാലിക്കാതെ ധിക്കാരത്തിന്റെയും അഹന്തയുടെയും ഒക്കെ വഴിയിൽ ഏതറ്റം വരെയും പോകുന്ന ഒരു മനസ്ഥിതിയുള്ള ആളുകളായിരിക്കും. രണ്ടാമത്തത്, വിശ്വാസം ദൃഢപ്പെടാത്ത, അങ്ങനെ ദൃഢപ്പെട്ട വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളാത്ത മുർത്താബുകളായിട്ടാണ് അവരുണ്ടാവുക. ഇതാണ് ഈജിപ്തിലെ ആ സമൂഹം നിലനിർത്തി പോകുന്ന അവരുടെ പൊതുവായ സ്വഭാവം. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തും നിങ്ങൾ മുർത്താബുകളായിരുന്നു, നിങ്ങൾ മുസ്രിഫുകളായിട്ട് തന്നെയാണ് പലരും നിലകൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം ഇനിയൊരു പ്രവാചകനും നിയോഗിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വാനോളം പുകഴ്ത്തുക, എന്നിട്ട് അതൊരു മറയാക്കിക്കൊണ്ട് ഇനിയൊരു പ്രവാചകൻ ഭൂമുഖത്ത് എവിടെയും വരാനിടയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വന്ന പ്രവാചകന്മാരെ തള്ളിക്കളയുക, ഇതൊക്കെയായിരുന്നു അവര് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അതിനെ തുടർന്ന് ഈ മുർത്താബും മുസ്രിഫുമായ ആളുകൾ ഏത് വിധത്തിലാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നത് വിവരിക്കുകയാണ് തുടർന്നുള്ള ഈ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹു. അവർ അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടും. അവരതില് വാഗ്വാദങ്ങളിലും അതുപോലെ തർക്കങ്ങളിലും ഏർപ്പെടും. അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തിലാണ് അവരുടെ തർക്കം. എന്നാൽ ആ തർക്കം നടത്തുമ്പോ അവര് വല്ല യുക്തിഭദ്രവും ദൈക്ഷണികമായ പിൻബലവും ഒക്കെ ആയി മാറുന്ന വല്ല സുൽത്താനും അവർക്ക് ആ തർക്കത്തിന് പിൻബലമായിട്ടുണ്ടാവും? അങ്ങനെ യാതൊന്നും ഉണ്ടാവില്ല. അപ്പോ അല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹും, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവരിലേക്കായി വന്ന ഒരു ന്യായപ്രമാണത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാതെയാണ് അവര് ദൈവിക ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്നതും അവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ വളരെ അടിസ്ഥാനരഹിതമായ, വളരെ ബുദ്ധിശൂന്യമായ തർക്കങ്ങളാണ് അവർ നടത്തുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിലാണ് അവരുടെ തർക്കം. എന്നാൽ ഈ തർക്കം അവർക്കായി അള്ളാഹു നൽകിയ വല്ല പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലാണോ? ഒരടിസ്ഥാനം ഉണ്ടാവില്ല അവരുടെ തർക്കങ്ങൾക്ക്. അത് ടോട്ടലി ബേസ്ലെസ് ആയിട്ടുള്ള തർക്കമായിരിക്കും. അപ്പൊ ഇവിടെ അവർക്ക് നൽകിയിട്ടുള്ള ഒരു സുൽത്താന്റെയും പിൻബലത്തിലല്ല അവരുടെ തർക്കം എന്ന് പറയുമ്പോൾ അത് ഒരു ആംഗിളിൽ അതിനെ മനസ്സിലാക്കുന്നത് ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലുള്ള, വേദഗ്രന്ഥങ്ങളുടെയോ ദൈവിക വെളിപ്പാടുകളുടെയോ അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും സംഗതികൾ വെച്ചുകൊണ്ടാണ് അവർ തർക്കത്തിൽ ഏർപ്പെടുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഇതിന്റെ ഒരർത്ഥ സൂചന. മറ്റൊന്ന്, ഈ സുൽത്താൻ എന്നത് എല്ലായ്പ്പോഴും ദൈവിക ദൃഷ്ടാന്തമായി അവതരിപ്പിക്കപ്പെട്ട വെളിപ്പാടുകളാവണമെന്നില്ല. ഈ പ്രാപഞ്ചിക സംവിധാനത്തിലും ഇവിടുത്തെ പ്രതിഭാസങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു യുക്തിഭദ്രതയുടെ ഒരു തലമുണ്ട്. മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും മനസ്സിലാകുന്ന ചില ന്യായങ്ങളുണ്ട്. അതും ദൈവികമായ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ക്രമീകരണം, ഇവിടെയുള്ള സംഗതികളുടെ ഈ അവയെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം, ഇത് ഒന്നൊന്നിനെ ആശ്രയിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അതിഗംഭീരമായ ഒരു സംവിധാനമാണല്ലോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ അതില് ഒരു യുക്തിപരത അടങ്ങിയിട്ടുണ്ട്, അതിലൊരു ദൈക്ഷണികത അടങ്ങിയിട്ടുണ്ട്. അത് ദൈവികമായ ന്യായം തന്നെയാണത്. ആ ദൈവികമായ ന്യായമാണ് മനുഷ്യൻ കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുത്തുന്ന അവന്റെ യുക്തിബോധം എന്ന് പറയുന്നത്. അത് തന്നെയാണ് വേറൊരു തലത്തിൽ നമ്മൾ ശാസ്ത്രബോധം,
എന്നൊക്കെ, സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയുന്ന സംഗതി അത് തന്നെയാണ്. അത് ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളും ആ രംഗത്തുള്ള ആളുകൾ പറയുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ പ്രപഞ്ച സംവിധാനത്തിൽ അടങ്ങിയിട്ടുള്ള ചില ദൈവികമായ തലങ്ങളും യുക്തിഭദ്രമായ ചില ന്യായങ്ങളുമൊക്കെ, ചില ലോജിക്കൽ ആയ സംഗതികൾ നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഒന്നിന്റെയും അടിസ്ഥാനത്തിലല്ല ഒരു സുൽത്താനും ദൈവികമായി പ്രവാചകന്മാർ മുഖേന പകർന്നു നൽകപ്പെട്ടിട്ടുള്ള വെളിപാടുകളുടെ അടിസ്ഥാനത്തിലും അല്ല, അല്ലെങ്കിൽ യുക്തിഭദ്രമായ ശാസ്ത്ര അടിത്തറയുള്ള ഒരു അന്വേഷണത്തിന്റെയോ അല്ലെങ്കിൽ വിശകലനത്തിന്റെയോ അടിസ്ഥാനത്തിലും അല്ല. അങ്ങനെയുള്ള യാതൊരു പിൻബലവും ഇല്ലാതെയാണ് അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഈ മുസ്രിഫുകളും മുർത്താബുകളുമായ അള്ളാഹു ലലാലത്തിനായിട്ട് വിട്ടുകൊടുക്കുന്ന തരം ആളുകൾ. അതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. കബുറ മഖ്തൻ ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ വളരെയേറെ വെറുക്കപ്പെട്ട ഒരു സംഗതിയാണ്. വഇൻദല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ കാര്യത്തിലും അവരുടെ അടുക്കലും അത് വളരെയേറെ വെറുപ്പുളവാക്കുന്ന, അവർക്ക് വലിയ അനിഷ്ടമുള്ള ഒരു സംഗതിയാണ് ഈ ഒരു സംഗതി. അതായത് ഒരു ന്യായപ്രമാണവും പിൻബലമായിട്ടില്ലാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുക എന്നത്. അതാണ് ഈജിപ്തിലെ ആ ഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാം ദൗത്യം നിർവഹിച്ചു കൊണ്ടിരുന്ന ഘട്ടത്തില് ഫിറൗനും അയാളെ പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ടിരുന്ന ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സുൽത്താന്റെയും ഒരു ദൈവികമായ വെളിപാടിന്റെയും അല്ലെങ്കിൽ യുക്തി തലത്തിലുള്ള കാര്യങ്ങളുടെയും ഒന്നും അടിസ്ഥാനമില്ലാതെ, പിൻബലമില്ലാതെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവര് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ തർക്കത്തിൽ ഏർപ്പെടുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന് മാത്രമല്ല, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്കും അക്കാര്യത്തില് വെറുപ്പ് തന്നെയാണുള്ളത്. കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബിൻ മുതകബ്ബിരിൻ ജബ്ബാർ. അപ്പോ അള്ളാഹു എങ്ങനെയാണ് ചില ആളുകളുടെ ഹൃദയങ്ങളിൽ മുദ്ര വയ്ക്കപ്പെടുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ചില ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് സത്യം പിന്നീട് നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്താലും എത്ര ശ്രമിച്ചാലും അത് പ്രവേശിക്കില്ല. സത്യത്തിന് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. സത്യം ഉൾക്കൊള്ളാൻ, സത്യത്തിന്റെ പ്രകാശം അവരുടെ ഹൃദയത്തില് പ്രകാശം ചൊരിയുക എന്നൊരു സംഗതി സംഭവിക്കില്ല. അതിന് കാരണം അള്ളാഹു ചിലർക്ക് അത് തടഞ്ഞു വെക്കുകയാണ്. അള്ളാഹു അവരുടെ കാര്യത്തിൽ, ഇത്തരം ആളുകളുടെ കാര്യത്തിൽ ഈ ഹൃദയങ്ങൾക്ക് പൂട്ടിടുകയാണ്. അവരുടെ ഹൃദയങ്ങളിലേക്ക് യുക്തി ബോധം പ്രവർത്തിക്കാത്ത അവസ്ഥ വരും, വെളിച്ചം കടക്കാത്ത അവസ്ഥ വരും, കാര്യങ്ങളുടെ ന്യായാന്യായ തലങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ വരും. അവരൊരു തരം ചേതനയറ്റ അല്ലെങ്കിൽ ചൈതന്യം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലുള്ള ഒരു മരവിച്ചു പോയ ഒരു ഹൃദയത്തിന്റെ ആളായിട്ട് മാറും. അവർക്ക് സത്യം ഉൾക്കൊള്ളാൻ നമ്മൾ എത്ര പരിശ്രമിച്ചാൽ പോലും അത് അവരിലേക്ക് അങ്ങ് എത്തൂല. അള്ളാഹുവിടെ പറയുന്ന കദാലിക യത്ബഉല്ലാഹു, ഈ വിധത്തിൽ അള്ളാഹു മുദ്ര വയ്ക്കുന്നു, അലാ കുല്ലി ഖൽബിൻ, എല്ലാ ഹൃദയങ്ങളിലും. എങ്ങനെയുള്ള ഹൃദയങ്ങളാണ്? മുതകബ്ബിരിൻ ജബ്ബാർ, വലിയ അഹന്തയും സ്വേച്ഛ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നവരായ ആളുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഈ വിധത്തിൽ അങ്ങ് മുദ്ര വെച്ച് കളയും. പിന്നെ അങ്ങോട്ടൊന്നും കയറൂല. ദൂതന്മാര് ദൈവിക വെളിപാടുകൾ കേൾപ്പിച്ചാലും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവിക യാഥാർത്ഥ്യം അവരോട് പറഞ്ഞു കൊടുത്താലും അവർക്ക് അതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അവരുടെ ഹൃദയങ്ങള് അടച്ചുപൂട്ടിയ പോലെയുള്ള, കൂട്ടിട്ട പോലെയാണ് ഉണ്ടാവുക. അപ്പോ ഈ ആളുകള് അള്ളാഹു കദാലിക യുളില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫും മുർതാബ് എന്ന് പറഞ്ഞല്ലോ ഈ 34-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ. മുസ്രിഫും മുർതാബുമായ ആളുകളെ അള്ളാഹു ദലാലത്തിലേക്ക് അങ്ങ് വിട്ടുകളയും എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് ആ മുസ്രിഫും മുർതാബുമായ ആളുകൾ ഏതു വിധത്തിലാണ് എന്നതാണ് തുടർന്നുള്ള 35-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കുകയുണ്ടായത്.
അവരുടെ ഒരു പ്രകൃതം ഇങ്ങനെയാണ്. അല്ലദീന യുജാദിലൂന ഫി ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവർ തർക്കത്തിൽ ഏർപ്പെടും. എന്നാൽ അവരുടെ തർക്കത്തിന് വല്ല യുക്തിയുടെയോ ദൈവിക വെളിപ്പാടിന്റെയോ പിൻബലം ഉണ്ടാവുമോ? അങ്ങനെ യാതൊന്നും ഉണ്ടാവില്ല. ബി ഗൈരി സുൽത്താനിൻ അതാഹും, അവർക്കായി നൽകപ്പെട്ട ഒരു ന്യായപ്രമാണവും വെളിപ്പാടുകളുടെ പിൻബലവും യുക്തിഭദ്രമായ തലങ്ങളും ഒന്നും അവരുടെ തർക്കത്തിന് പിൻബലമായിട്ടുണ്ടാവുകയില്ല. അങ്ങനെ ഈ അർത്ഥശൂന്യമായ വിധത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്നത് അള്ളാഹു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വിശ്വാസികൾക്കും അത് ഇഷ്ടമല്ല. അള്ളാഹു അവരുടെ നേരെ മുഖം തിരിച്ചു കളയും. അതുപോലെ വിശ്വാസികളും അവരെ കൈയൊഴിയും. കാരണം അവര് കേവലം തർക്കത്തിന് വേണ്ടി തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്. കാര്യം മനസ്സിലാക്കാൻ, യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സത്യസന്ധമായ അന്വേഷണവും തേട്ടവും ഉള്ള മനസ്സോടുകൂടി കാര്യങ്ങളെ തർക്കത്തിലോ അല്ലെങ്കിൽ സംവാദത്തിലോ ഏർപ്പെടുന്ന ആളുകളല്ല അവർ. മറിച്ച് അവർക്ക് ഒരു ന്യായപ്രമാണവും പിൻബലവും ഒന്നും ഉണ്ടാവില്ല. വെറുതെ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ആയാത്തുകളുമായിട്ടാണ് അവരുടെ ഈ തർക്കത്തിൽ ഏർപ്പെടൽ. അള്ളാഹുവിന്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ അത് അസംഖ്യമാണ് ഭൂമുഖത്തുള്ളത്. വെളിപാടുകളുടെ ഭാഗമായിട്ടുള്ള ആയാത്തുകളും പ്രപഞ്ചത്തിലുള്ള ആയാത്തുകളും ഒക്കെ അത് ഓരോന്നും തന്നെ മനുഷ്യനെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന വിധത്തില് അവന്റെ ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്ന വിധത്തിലുള്ളതാണ് ദൈവിക ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത്. ആയാത്തുകൾ അങ്ങനെയാണ്. അത് പ്രപഞ്ചത്തിലുള്ളതായാലും ദൈവിക വെളിപ്പാടുകളുടെ ഭാഗമായാലും അത് നമ്മളുടെ കണ്ണ് തുറപ്പിക്കാനുള്ളതാണ്. കാര്യങ്ങളെ വളരെ കൃത്യതയോടുകൂടി ബോധ്യപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന സംഗതികളാണ്. പക്ഷെ ഈ ആളുകൾ ഒരു അടഞ്ഞ ഹൃദയവുമായിട്ടാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുക? കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബി, അത്തരം എല്ലാ ഹൃദയങ്ങളും അവരെ അത്തരം ഹൃദയങ്ങളുടെ മേൽ അള്ളാഹു ഒരു മുദ്ര വെക്കുകയാണ്. പിന്നെ അങ്ങോട്ട് വെളിച്ചം കടക്കൂല, യുക്തിബോധം പ്രവർത്തിക്കൂല, ദൈവിക വെളിപ്പാടുകളിൽ അടങ്ങിയിരിക്കുന്ന സത്യം കാണാൻ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ ഹൃദയങ്ങൾ, ആരാണ് ഈ ആളുകൾ? ഇവര് മുതകബ്ബിരിൻ ജബ്ബാറായി മാറിയിട്ടുണ്ട്. വലിയ കിബറാണ് അവരെ നയിക്കുന്നത്. തങ്ങളുടെ കയ്യിലുള്ളത് തന്നെയാണ് എല്ലാം എന്ന ഒരു ബോധത്തിലാണ് അവർ നിലകൊള്ളുന്നത്. അതുപോലെ ഒരു സ്വേച്ഛയാണ് അവര് തങ്ങളുടെ മേൽ പൂർണ്ണമായി നിയന്ത്രണം ഉള്ളതായി മാറാൻ വേണ്ടി വിട്ടിരിക്കുന്നത്. അത് തന്നെ അടിസ്ഥാനരഹിതമായ ചില അവരുടെ ഇച്ഛകളാണ്. ആ ഇച്ഛകളെ അവരുടെ മേൽ പൂർണ്ണ നിയന്ത്രണത്തോടു കൂടി ഭരിക്കാൻ വേണ്ടി അവർ വിട്ടിരിക്കുക. അങ്ങനെയുള്ള ഒരാളാണ് ജബ്ബാർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജബ്ബാർ എന്നത് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്, അൽ ജബ്ബാർ എന്നത്. കാരണം അത് അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അള്ളാഹു റബ്ബ് ആയതുകൊണ്ട്, ഖാലിഖ് ആയതുകൊണ്ട് അവന് സ്വേച്ഛയെ ആശ്രയിക്കുന്നവനായി നിലകൊള്ളാം. അത് അവന് മാത്രം അർഹിക്കുന്ന ഒരു പദവിയും ഒരു സ്ഥാനവും ഒക്കെയാണ്. ആ ഒരു രീതിയിൽ മനുഷ്യൻ സ്വേച്ഛ കാണിച്ചുകൊണ്ട് ജബ്ബാറായി മുതകബ്ബിറായി കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ധിക്കാരത്തിന്റെയും ബുദ്ധിശൂന്യതയുടെയും ഒക്കെ ലക്ഷണമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ നിലപാടെടുക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളെ അള്ളാഹു മുദ്ര വെച്ച് കളയും. പിന്നെ അങ്ങോട്ടൊന്നും കയറൂല. അത്തരം ആളുകൾക്ക് അവരുടെ ഒരു നിലപാട് തന്നെ അവർ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരാണ്, സന്ദേഹികളാണ്. പ്രവാചകന്മാർ അവതരിപ്പിച്ചിട്ടുള്ള അവരുടെ ബയ്യിനാത്തുകളായ ആയാത്തുകളെ കാണാൻ കൂട്ടാക്കാത്തവരാണ്. അവരുടെ കയ്യിൽ സ്വന്തമായിട്ട് യാതൊരു പ്രമാണവും പിൻബലവും ഉണ്ടാവുകയില്ല. എന്നിട്ട് തീർത്തും യുക്തിരഹിതമായ വാദങ്ങളിലും തർക്കങ്ങളിലും ഏർപ്പെടുകയാണ് ഈ ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് നിരന്തരമായ അവരുടെ ഈ സത്യനിഷേധവും ധിക്കാര മനസ്ഥിതിയും ഒക്കെ കാരണം അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച് കളയും. പിന്നെ അവർക്ക് സത്യം ഉൾക്കൊള്ളാനോ വെളിച്ചം സ്വീകരിക്കാനോ ഒന്നും സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിറിലെ 34-35 ആയത്തുകളാണ്
നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.